രാവിലെ മുതൽ ഒരു കാക്ക ഇരുന്ന് കരയുന്നുണ്ട്. ഇന്ന് ആരോ വിരുന്നുകാരുണ്ട്. പിള്ളേരെന്തിയടി? ഒന്നിനും കാണുന്നില്ലല്ലോ. എല്ലാം കിടക്കുക, ഒന്നിനും എണീക്കാൻ വയ്യ. ഇന്നലെ വൈകുന്നേരം അമ്മാതിരി കളിയാണോ കളിച്ചത്? പോരാത്തേന് കുളത്തി കിടന്നുള്ള ചാട്ടവും മറിച്ചിലും. മാമോ എന്താടാ ഈ പച്ചക്കറിയെ പഴയതുപോലെ വലിയ വിളവൊന്നുമില്ല. നോട്ടക്കുറവ്. ഓട്ടക്കുറവൊന്നും അല്ലടാ, അസാധ്യ മഴയല്ലായിരുന്നു. ഈ ഓണത്തിന് നല്ലൊരു വിളവെടുക്കണം. ഇങ്ങനെ ഇരുന്നാ നീ കുറെ വിളവ് എടുക്കും. നീലു, നമുക്കേ ഈ ഓണത്തിന് ഇവിടെ 2-3 ദിവസം നിൽക്കണം. അപ്പം നിങ്ങൾ രണ്ടിനും കൂടെ അവിടെ നിൽക്കണം വീട്ടില് കേട്ടോ. ഓ, എനിക്ക് വയ്യ മോനെ, ഈ വയസ്സുകാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യേ. നാശിച്ച മുട്ടുവേന അല്ല മാമി. മാമി ഉച്ചയ്ക്ക് പുളിശ്ശേരി ഇല്ലേ? പുളിശ്ശേരി ഒന്നും ഇല്ല, പഴംകൂട്ടാൻ കൂട്ടി കഴിച്ചാൽ മതി. നീലു, അതൊക്കെ മതി. അതൊക്കെ മതിയോ? അടുക്കളയിലേക്ക് വാടി. അവള് വന്നിട്ട് 2-3 ദിവസമായി, ഇതുവരെ അടുക്കളയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എല്ലാത്തിനും ഞാൻ കിടന്ന് കഷ്ടപ്പെടണം. കണ്ടാച്ചാ പറയണേ, ഞാൻ അവിടെ എപ്പോഴും ജോലിയല്ലേ, ഇവിടെ വരുമ്പോഴല്ലേ എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അവിടെ ആണെങ്കിലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടുക്കള കയറി വല്ലതും ചെയ്യുന്നോണ്ട് അവക്കൊരു ആശ്വാസം ഇല്ലേ നീലു? അല്ലെങ്കിൽ എന്നേ കിടന്നനെ മാമ എന്ത് ഇതുപോലെയൊക്കെ ചെയ്യും. മാമ അടുക്കള കയറി മാമയ്ക്ക് സഹായിച്ചോട്. ഇവിടെ സംസാരിച്ചോണ്ട് നിന്നാ അങ്ങ് നിൽക്കും. എനിക്കേ അടുക്കള ജോലിയുണ്ട്, ഞാൻ പോണു. എല്ലാത്തിനും വെച്ച് വിളമ്പണ്ടേ. അമ്മ പുളിശ്ശേരി ഉണ്ടാക്കണേ. ഇങ്ങോട്ട് വാടി എണീറ്റ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം അമ്മ. അവള് കണ്ട്രാക്ക് വിടാതെ നിൽക്കുന്നു. പുളിശ്ശേരിയോ പിന്നെ വെണ്ടയ്ക്ക ഒഴുക്കുവരട്ടി കണ്ണി വാങ്ങണ്ടോ മാമ ഇവിടെ? കൊണ്ടുപോപ്പോ കുറച്ച് തീക്കട്ടെ വാലു. എനിക്ക് പടി വിടുന്നു. പോകാൻ പറഞ്ഞാൽ പോണം. ഒന്നും ഒരു അനുസരണ ഇല്ലാതായി പോയിരുന്നു. പറഞ്ഞാലും കേൾക്കൂല. വളർത്തു ദോഷം അല്ല ഒന്നും അല്ല. പിള്ളേരെ വളർത്തി കളഞ്ഞു. പിള്ളേർ ഇതുപോലെ തന്നെ പറഞ്ഞാൽ കേൾക്കും. മാമ, നമ്മളാ പൊട്ടൻകാവിൽ ഇപ്പം വിളക്ക് എത്തിക്കാറുണ്ടോ? ഇല്ലടാ. പിന്നെ നീ പിള്ളേരൊന്നും അങ്ങോട്ട് വിട്ടേക്കരുത്. ഈയിടെയായിട്ട് അവിടെ പാമ്പിന്റെ ശല്യം കൂടുതലാ. 100 പാലും കൊടുക്കാത്തത്? എല്ലാം കൊടുക്കണം. ഒരു നാഗരൂട്ട് നടത്തണം. വലിയ ചെലവായിരിക്കും അല്ലേ? പിന്നെ അയ്യോ, മാമൻ തന്നെ നടത്തും. പിന്നെ നീ നടന്നാ പോവും. അല്ലെങ്കിൽ പിള്ളേരെന്താ കഴിക്കാത്തത് വരെ? എന്തിനാടാ കളിക്കേ? ആർക്ക്? അല്ല, പിള്ളേർ 2 ദിവസം ഇവിടെ ഇവിടെ ഉള്ളു. അപ്പൊ കളിക്കട്ടെ, പിള്ളേർ കളിക്കട്ടെ. അയ്യോ, പോട്ടോ പോട്ടോ. അല്ല, പുളിശ്ശേരി വല്ല ആയ നോക്കട്ടെ. അവിടെ പൈനാപ്പിൾ. എടാ പിള്ളേരെ അങ്ങോട്ട് പോകാൻ നോക്കിക്കോണം. എവിടെ? എടാ ആ കാവിലോട്ട്. ഏരിയ കട ഞാൻ മുട്ടാതെ വല്ല ഓടിക്കും ഞാൻ. ഇപ്പൊ കുറച്ച് സ്ട്രിക്റ്റ് ആയാൻ. ഇവിടെ വന്ന് ഞാൻ വിട്ടുകൊടുത്തേക്കല്ലേ കളിക്കണമെന്ന്. ഒഴിച്ചു പോടേ. കാവിൽ വന്ന പോരെ എന്റെ അപ്പൂപ്പ അറിയല്ലേ. അങ്ങനെ അവസാനം എന്റെ മുമ്പായിട്ട് നിങ്ങൾ അടിക്കും. സൂക്ഷിച്ച് പോടാ. അങ്ങനെ അന്വേഷിക്കട്ടെ, അവിടെ കിടന്ന് വിളിക്കും. അച്ഛാ, ഒരു കാരണവശാലും നമ്മൾ കാവി പോയ വീട്ടിൽ ലച്ചു ചേച്ചി അറിയിക്കാൻ പാടില്ല. ചേച്ചി അറിയിച്ചെന്നെ ചേച്ചി എല്ലായിടത്തും പറയും, അത് ഉറപ്പാ. നമുക്കേ ഈ വടക്ക് വശത്തൂടെ ആരും അറിയാം അകത്ത് ഇറങ്ങട്ടെ. അച്ഛാ, കുറച്ച് നമുക്ക് കുളിക്കാൻ പോയാലോ? പേടിച്ചോ അല്ലേ അവിടുന്ന്? അച്ഛാ, അതെ, അവിടെ എന്തോ അനങ്ങണ പോലെ. എന്തോ അനങ്ങണ പോലെ. എവിടെ അനങ്ങണ്? ആലക്കടയില്. അവിടെ ഒന്നും അനങ്ങില്ല, തോന്നണായിരിക്കും. ശരിക്കും നമുക്ക് അനങ്ങണ പോലെ. ഇവിടെ എന്തോ അനങ്ങണല്ലേ? അനങ്ങി വരെ പോയി ഓടിക്കോ. ആരാ? എന്താ മാമ? ബാലുചേട്ടൻ. നീലു ചേച്ചി വിളിച്ചിട്ട് വന്നതാ. ചേച്ചി ഇല്ലേ? ഉണ്ട്. നിങ്ങളാരാ? ഞാന് നീലിമയുടെ അച്ഛൻ, പടവലം കുട്ടൻപിള്ള. നീലിമേ, നീലിമേ. എങ്ങനെ വന്ന്? അതൊക്കെ വന്ന്. രമേ ചേച്ചി. രമേ, ഇതാര്? ചങ്കരണ്ണ. എങ്ങനെ ഒന്ന് പറ്റി? സുഖം തന്നെ. വാ കയറി വാ. അങ്ങോട്ട് പിന്നെ ഇരിക്കണ്ണ. ഞാനങ്ങ് വീട്ടിൽ പോയിരുന്നു ചേച്ചി. 2 ദിവസമായിട്ട് അച്ഛൻ എൻ്റെ ഒപ്പം ഉണ്ട്. അച്ഛനാണെങ്കിൽ ഭയങ്കര ആഗ്രഹം ബാലുചേട്ടനെ കാണണമെന്ന്. അങ്ങനെ വീട്ടിൽ പോയപ്പോഴാണ് കണ്ടത് അവിടെ പൂട്ടിയിട്ടേക്കുന്നത്. അപ്പോഴാണ് ഞാൻ ചേച്ചിനെ വിളിച്ചത്. ചേച്ചിയാ പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന്, ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അച്ഛനെയും കൂട്ടി ഇങ്ങോട്ട് പോന്നു. വീടിന്റെ ഓടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നോ? പടവലൊന്നും എവിടെ ചോദിച്ചാലും പറഞ്ഞു കൊടുക്കൂലേ നാട്ടുകാർ വീട് എവിടെയാന്നല്ലേ മാമ? അല്ല പിന്നെ
അമ്മേ ഇതാണ് ഞാൻ പറഞ്ഞ രമ, ബാലുവിന്റെ ബന്ധുവേ. ഓ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കാറില്ല ആ കുട്ടി. തന്നെ. ഭർത്താവ് എവിടെയാ മോളെ? അത് വന്ന ഉടനെ ഞാൻ അവളോട് ചോദിച്ചു അവ എവിടെ പോയിന്ന്. മുങ്ങിയിട്ട് ഒരാഴ്ചയായി. ഭർത്താവിന്റെ പേരെന്താ? ജയന്തൻ. ജയന്തൻ എന്നല്ല ഇടാനുള്ളത്, ജരാസന്ധൻ എന്നാണ് ഇടാനുള്ളത്. പുള്ളിക്കാരൻ എന്തുവാ ജോലി? ഒന്നും പറയണ്ട, തെണ്ടി അങ്ങോട്ട് വാരാ നടപ്പ് തന്നെ ജോലി. പറ്റിപ്പോയി. രമേ എല്ലാം കഴിച്ചാ? നീലുവേ അകത്ത് വിളിച്ചോണ്ട് പോ, നീ കൊടുക്ക കഴിക്കാൻ. ഡേ, ആ ഇതൊക്കെ നിന്റെ മക്കൾ എന്നാടേ? പിന്നല്ല വേറെ അറിയില്ല. നീക്ക് പണ്ടത്തെ പോലെയൊക്കെ തന്നെയാടേ നീ. നിങ്ങൾക്ക് ഒരു മാറ്റമില്ല. എവിടെയാണ് സംസാരിക്കണമെന്ന് ഒരു ഇപ്പോഴും ഇല്ല. അത്തരത്ത് കയറി സംസാരിച്ചോളായി. നീ ആര്യ നാടിനോട്ടൊക്കെ വരാത്തത്? എന്റെ പൊന്നണ്ട, ആരിനാണെന്ന് കേൾക്കുമ്പോഴേ എന്തോ പോലെ. എന്തായാലും അണ്ണഞ്ഞി വന്നല്ലേ, നമുക്ക് ഇവിടെ ആരിനാടാക്കാം. ഓ സംസാരമൊക്കെ പിന്നെ വാ, എന്തെങ്കിലും കഴിക്കാം. എല്ലാരും വാ. പിടിച്ചില്ല. അത് തന്നെ രമേണ്ടി, വാ എന്തെങ്കിലും കഴിക്കാം. അവന് വീണ്ടും വിശപ്പ് തുടങ്ങി. ഇവന് കൊച്ചുനാളിലെ ഭയങ്കര വയറുവെച്ചപ്പാണ്. ചാപ്പാട്ടിലാമൻ കണ്ടില്ലേ വയറിരിക്കുന്ന ഇരിപ്പ്? എന്റെ പൊന്നണ്ണ, ഇത് പൈസ എടുത്തുണ്ടാക്കിയ വയറാണ്. ആ ഈ വയറ് കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അണ്ണഞ്ഞി വാ വാ വാ, പെട്ടെന്ന് പോയി, എല്ലാരും പോയി. വരാമാ വരാമകളെ. നിങ്ങൾ എന്താന്ന് വിളിച്ച് പറഞ്ഞത്? കയറും ചാപ്പാട്ടോ, ഞാൻ എനിക്കിവിടെ ഒരു വിലയുണ്ട്. ആ അത് കളഞ്ഞ് കുളിക്കല്ലേ. തട്ടുംപുറത്ത് ഇതുപോലെ കുറെ തേങ്ങ ഉണ്ടാടേ? എനിക്കറിയില്ല, ഒറ്റ വെട്ടിന് അത്ര തേങ്ങ കിട്ടും? ഞാൻ എണ്ണീട്ടില്ല. കള്ളൻ മൂത്തോയ്ക്ക് സംസാരിക്കൂല, എല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടേക്കാണ്. എന്താ പണിയെടുത്തിട്ടേക്കാണ്. എന്തോ എന്നാ പേടിപ്പിച്ചളഞ്ഞല്ലേ? വേറൊക്കെ നിറഞ്ഞ പണ്ടത്തെ ഒരു ഇപ്പൊ ഒന്നും ഇറങ്ങുന്നില്ലടാ. ഇറങ്ങിയാലേ ഈ ദേഹത്ത് എത്ര ഇറങ്ങാ ഇനി? ഡേ, ആ കാണുന്ന വാഴത്തോപ്പും ഇതുകൊണ്ട് ആ തെങ്ങും പുരയോടും അതൊക്കെ നിന്റെ പൊമ്പറനാഥിക്ക് ചെയ്ത്. വാ എല്ലാം അവളെ തന്നെ അണ്ണാ. ഇന്ന് തരും നാളെ തരും പറഞ്ഞുകൊണ്ട് കൊതിപ്പിച്ചിട്ടേക്കും. ഇതിരിക്കും എഴുതി തന്നില്ലടേ. ഓ എഴുതാൻ വേണ്ടി 2 പേപ്പർ ഒരു പേനയും വാങ്ങിച്ചു കൊടുത്ത് എഴുതി തുടങ്ങിയപ്പം പേനയുടെ മഷി തീർന്നു. ഡേ, ഒരു പെൻസിലെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് എഴുതി വാങ്ങിയിടേ. അല്ലെങ്കിൽ കണ്ട ആമ്പിള്ളേര് നല്ലൊരു പേനയും വാങ്ങിച്ചു കൊടുത്ത് എഴുതി വാങ്ങിച്ചുകൊണ്ട് പോകും. ആ നിങ്ങൾ എന്നെ കഞ്ഞി പാറ്റയിടും. ദാണ്ട ഇങ്ങനെ ഉണ്ടാവും. ഇവിടുത്തെ ജോലിക്കാരാണ്, നുണയനാണ്, എല്ലാം ചെന്ന് പറഞ്ഞു കൊടുക്കും. ഇന്ന് നോക്കടേ, ഇവിടെ ഈ നല്ല നാടൻ കിട്ടും. ഒക്കെ ചിലപ്പോഴൊക്കെ കിട്ടും, ചിലയിടത്തൊക്കെ കിട്ടും. എവിടെ കിട്ടും? ആ തേനൂർക്കുന്നൊക്കെ കയറി പോകാം. കയറിക്കുന്ന ആ ഇതേ വീടാ വളഞ്ഞ തേനൂർക്കുന്നൊക്കെ കയറി പോകാം. ഓ ഇവിടെ അവിടെ പോലീസൊക്കെ വരും ഇവിടെ? അതെനിക്ക് അറിഞ്ഞുകൂടാ. നിനക്ക് എന്താണ് അറിയാന്നുള്ളത്? ഒന്ന് വെച്ചാൽ അവൻ അറിഞ്ഞുകൂടാ കേട്ടോ. അങ്ങനെ നല്ലൊരു കാര്യമുണ്ട്, പഠിപ്പിച്ച് വിട്ടേക്കും. അവിടെ നല്ല എക്സസൈസ് പയ്യന്മാരില്ലാത്തതുകൊണ്ട് അടിച്ച് പൊട്ടിച്ച് എല്ലാം കൂടെ കാണാം. ചാരയും കോടയും കീടയും അല്ലണ്ണ, ചുമ്മാ നാടിനെ മുടിക്കാൻ വേണ്ടി. അണ്ണ ഇതിനു വേണ്ടി എത്ര പെണ്ണുങ്ങൾ കണ്ണീരൊഴിക്കണം അണ്ണ. നമ്മൾ ഈ ആര്യനാടെ ഈ കോട്ടയ്ക്കകത്ത് ഇപ്പൊ മാറ്റമുണ്ടണ്ണ. അവിടെ ഒന്നും ഇല്ലടേ. അന്നത്തെ കാലം ഒരു കാലം തന്നെ. അവ നമ്മള് സംസാരിച്ച് തീരുന്നവരെ നിന്ന് പൊതിച്ചോണ്ടേയിരിക്കും ഇല്ലടാ. ഇതെവിടെ കൊണ്ടുപോകാനടേ ഇത്? എനിക്കറിഞ്ഞുകൂടാ. നിന്റെ വീട് എവിടെ? നിന്റെ ഭാര്യയുടെ പേരെന്താ? എടാ എനിക്കറിഞ്ഞുകൂടാ. ഇനി ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല എന്നാ വാ. അവരൊന്നും പറഞ്ഞു. കുറച്ച് തൈ കുറച്ച് തരും ഒഴിച്ച്. രമേൻ കഴിക്കുക കുറച്ച് പഴങ്കഞ്ഞി. ഞാൻ വന്ന ഉടനെ ദോശ കഴിച്ചല്ലേ ചേച്ചി? ചേച്ചി കുടിക്കും പഴങ്കഞ്ഞി. എനിക്ക് ചെറുതിൽ എല്ലാ ദിവസവും പഴങ്കഞ്ഞി കഴിക്കണമായിരുന്നു. അത് ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കണം, നല്ലൊരു സമാധാനം കിട്ടും. പഴങ്കഞ്ഞി കുടിച്ചേ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഉള്ളൊരു ചക്കപ്പോത്ത് പോലെ ആയിരുന്നേ. പിന്നെ ഞാൻ അവൾക്ക് പഴങ്കഞ്ഞി കൊടുത്തിട്ടില്ല. കൊടുത്തില്ല, ഞാൻ എല്ലാ ദിവസവും കട്ടൊഴിക്കായിരുന്നു. എടിലെച്ചു, നീ കുറച്ച് പഴങ്കഞ്ഞി കുടിക്കും. നിന്റെ ഈ ഉണക്കൊക്കെ ഒന്ന് മാറട്ടെ. അവള് ഡയറ്റിങ്ങിലാ. എടി ഡയറ്റിങ് കൂടിയ വയറിന് എന്തെങ്കിലും വരും. അവളുടെ വയറിന് മാത്രമല്ല പ്രശ്നമുള്ളത്, അവള് മൊത്തത്തിൽ പ്രശ്നമാ. കുറച്ചു ദിവസം ഇവിടെ നിർത്തിയാൽ ഞാനിവിടെ ശരിയാക്കി തരാം. ശരിയാക്കും. അമ്മേനെ അവള് ശരിയാക്കി തരും. ആഹാ, ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്ന വിവരം ഞങ്ങളെയൊന്നും അറിയിക്കണ്ട. അയ്യടാ, എടാ എനിക്കും കൂടി കഴിക്കാനുള്ള കഞ്ഞി വരുന്നില്ലേ? അവൻ അതിൽ കൈ മുക്കി. എടി ഇത് എനിക്ക് തന്നെ കഴിക്കാൻ തയ്യത്തില്ല, പിന്നെ നീ എങ്ങനെ കഴിക്കും?
എടാ പതുക്കെ കഴിക്കുന്നതിന്റെ തൊണ്ടേ കുടുങ്ങും. ഡി നീലി, ഇവിടെ ഏതെങ്കിലും ആശുപത്രി കൊണ്ട് വയറൊന്ന് പരിശോധിക്കണം. അത് ശരിയാട്ടാ. എനിക്കൊന്നണേ എന്റെ വയറ്റില് പെരുമ്പാമ്പിന്റെ കുഞ്ഞു കാണുന്ന. അണ്ണാ സൂക്ഷിച്ച് കിടക്കി, നിങ്ങൾ ആടാതെ നടക്കാതെ. എന്താണ് ഇവിടെ കുണ്ടും കുഴി? അണ്ണാ കുണ്ടും കുഴിയല്ല, ഇത് ചാല് ചാല്. ആ ചാല് അവിടെ താങ്ങാ. നിങ്ങൾ ഇതെല്ലാം കൂടെ വലിച്ച് പൊളിക്കുമല്ലോ. ഇതെന്താണ് വള്ളി പടം? എന്താണ് അത് തൂങ്ങി കിടക്കുന്നത്? തൂങ്ങി കിടക്കുന്നതാ. ഇതാണ് കുട്ടൻപിള്ള. എന്റെ അമ്മാവൻ. എന്റെ പൊന്നെണ്ണ ഇതെല്ലാം കൂടെ വിറ്റിട്ടാണ് ഇവിടെ പൈസ കുന്നുകൂടുന്നത്. എന്നിട്ട് എനിക്ക് നക്കാപ്പിച്ചതെല്ലാം കൊണ്ടുവരും. ആ അത് തന്നെ. ആ നിനക്ക് പൈസ കിട്ടാത്ത ഒന്ന് ആ ഇടപെടലില്ല. എന്തായാലും ഇടപെടലില്ല. ഇങ്ങോട്ട് അരി വൈകോട്ടെ. കുടിച്ചു കഴിഞ്ഞാൽ ലക്കുമില്ല ലകാരുമില്ല. മര്യാദയ്ക്ക് പറഞ്ഞു, മര്യാദയ്ക്ക് രണ്ടെണ്ണം അടിക്കാമെന്ന് പറഞ്ഞല്ലോ പോയത്. അവിടെ ചെന്ന് കണ്ടപ്പോൾ ആക്രാന്ത ഇയാൾക്കെല്ലാം കൂടെ. ആ പിള്ളേർ ചാക്ക് അത് തന്നെ. ഇങ്ങോട്ടോ ഇങ്ങോട്ട് വീട്ടിൽ തന്നെ പോകണല്ലേ? പോവുക എവിടെ. പിന്നെ ഒരു കാര്യമുണ്ട്. ഇവിടെ എങ്ങാനും വീഴുന്ന എൻ്റെ അമ്മച്ചാണ് ഞാൻ അവിടെ ഒരു കുഴി കൊടുത്ത് ഇവിടെ കുഴിച്ചും കൂടും. അവളുടെ കാര്യം ഞാൻ നീ സൂക്ഷിച്ച് നടന്നാ മതി. ആ ഞാൻ സൂക്ഷിച്ച് നടന്നോളാം. എന്നെ പിടിക്കണ്ട. ഇല്ല ഇല്ല പിടിക്കൂല. എന്നെ പിടിക്കണ്ട. എന്നെ പിടിക്കണ്ട. എന്നെ പിടിക്കണ്ട. മോശമായി ഞാൻ ചവിട്ടി താക്കും. ഞാൻ അമ്മയാണ് ചവിട്ടി താക്കുക. ഞാൻ മോശമായി പോയല്ലേ? എഴുതി 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 മോശമായി പോയി. വാ. നിങ്ങൾ രാത്രി അന്ന് അവിടെ പോകും പോലെ ഒന്നും അല്ല. രാത്രി നടക്കും പോലെ ഒന്നും അല്ല അവിടെ. ഇവിടെ ഞാന് ആ ഇഷ്ടം പോലെ ആഴ്ച പിറ്റായി ആ റബ്ബർ വേള കൂടെ നടന്നിട്ടുണ്ട്. എപ്പോഴും നടന്ന് രാത്രി രാത്രി റബ്ബർ വേള കൂടെ നടന്ന് എന്തിനാണെന്ന് എനിക്കറിയാം. എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കല്ലേ കേട്ടോ. ആ ഇങ്ങോട്ട് വാങ്ങോട്ട്. ഇതൊരു കാര്യം, അവിടെ ചെന്ന നമ്മൾ അടിച്ചിട്ടുണ്ടെന്ന് അറിയല്ലേ. എന്നെ കണ്ട കാക്ക ഞാൻ പറയില്ല. ചെന്ന് പറയും നമ്മൾ വെള്ളം അടിച്ചിട്ടില്ല. കറക്റ്റ്. വാ തുറക്കരുത്, വാ തുറക്കരുത്. പിന്നെ ഞാൻ മണ്ണടിച്ച് വായിക്കാത്ത അടിച്ച് കയറ്റി ഉണ്ടാ അങ്ങോട്ട്. ഉമ്മാടുന്നു ആടുന്നത് ഛർദിക്കണോ? അത് ഞാനാ പൈസ കൊടുത്ത് അടിച്ചിട്ട് ഛർദിക്കാനാ. എൻ്റെ പട്ടി ഛർദിക്കും. ഇയാളെ കൊണ്ട് തോറ്റല്ലേ പാവം. ഇയാളെ നേരത്തെ വിളിച്ചോണ്ട് പോകാൻ തോന്നിയത്. ഞാൻ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ഒന്നും പറയണ്ട. മര്യാദയ്ക്ക് അറിയോ. എന്റെ കഞ്ഞൂടി വിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ വിത്ത് കീരൊക്കെ വിതച്ചൊക്കെയാണ്. എന്റെ കാറ് ഞാൻ പറയാം. ശരിയായി പോണു. ആ ശരിയായിട്ട് വാ. വീടെത്തിയ അമ്മയാണ് ഞാൻ കുളച്ചുകൊണ്ട് മുക്കുക. ചുമ്മാ ഉണ്ടാകും ഉണ്ടാകാം. ശരിയായി പോ കേട്ടാ. മര്യാദയ്ക്ക് വാ അങ്ങോട്ട്. ശരിയായിട്ട് പോണേ. നീ ആടാതാടാ. നിങ്ങൾ ആടണമാണ് ഞാൻ ആടണം തോന്നണത്. നിങ്ങൾ ആടാതെ ആദ്യം മര്യാദയ്ക്ക് വാ അങ്ങോട്ട്. ആ എന്ത് ചെയ്യുന്നതിനെ കൊണ്ട് വീട്ടിൽ പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ വീട്ടിൽ പറയാതെ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ അവിടെ വെട്ടി താത്തന്നെ. ചുമ്മാ വാ അങ്ങോട്ട്. ചുമ്മാ പോടാ. കാര്യം കല്ല് കല്ല് കല്ല പുലിയാ. കല്ല് പുല്ല് ഇങ്ങോട്ട് വരുവാ. ഇങ്ങോട്ട് അങ്ങോട്ട് കയറി പോ. പോ ആരോടെ കളിച്ചിരിക്കും. പോട്. ആവില്ലാത്ത പണിക്കൊക്കെ പോവുകയും ചെയ്യും. ഇയാളെ പലല്ല ഞാൻ അടിച്ചത്. പിന്നെ നീ ചുമ്മാ വരട്ടാടേ. പതുക്കെ പതുക്കെ. പറ്റിപ്പോയി. അമ്മേ എന്നാ വെള്ളം. അയ്യോ, മോള് കൊണ്ടുവന്നോ? ചേച്ചി അവിടെ അടുക്കളയിലാ. ആടാതെ വാ. മോളെ അച്ഛത്തി. നിങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല? ഇല്ല. ഉണ്ട് ഉണ്ട് ഉണ്ട്. നമ്മളവിടെ കുളത്തിന്റെ കരയിരിക്കായിരുന്നു. എല്ലാം ഇവരെന്ത് നമ്മളെ തന്നെ നോക്കണത്? നമ്മൾ ഒരു തെറ്റും ചെയ്തില്ലേ. അണ്ണാ അങ്ങോട്ട് മാറിയിരിക്കും. പോയി പോ പോ. ഞാൻ അവിടെ പോയി ഇരിക്കാം. അച്ഛൻ നിന്നേ. നിങ്ങൾ എവിടെ പോയേ? ഞാൻ ഒരിടത്തും പോയില്ല മക്കളെ. മോക്കെന്നെ അറിയാല്ലേ, ഞാൻ നിരപരാധിയാണ്. എന്നാ നിങ്ങൾ അവിടെ പോയി സ്വസ്ഥായിട്ടിരിക്കും. പോയി. ഞാൻ പോയി സ്വത്തായിട്ടിരിക്കാണ്. പോയി പോയി. രമേ രമേ. എന്താ ചേട്ടാ? അതെ നാമി രണ്ടാളും കൂടി മിനിങ്ങാൻ പോയതല്ലേ? കൊള്ളാം, നന്നായി. നീലുവേ, എടി നീലു. എന്ത് ആരും ഇല്ലേ ഇവിടെ? പറഞ്ഞാൽ അവിടെ പോയി. നീലിനെ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് പേടിപ്പിച്ചുള്ളായിരുന്നു. നിനക്കെന്താ? എനിക്കൊന്നുമില്ല. വെള്ളം അടിച്ചോണ്ട് വന്ന് നിന്നോണ്ട് കോട്ടി കാണിക്കുന്നു. ഓ എന്തോന്നാടാ ഇത്? എന്തോന്നാ? നിങ്ങൾ എവിടെ പോയി കഴിച്ചു തോന്നടാ? കഴിച്ച ആര്? അയ്യോ മാമ, അതെ നമ്മൾ ഈ
ഇവിടെ വയൽ നടക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നേ ഈ ഇവിടെ കുളത്തിന്റെ കരയെ കൂടെ. അപ്പൊ അവിടെ ഒരു കനാലല്ലേ, അവിടെ കുറച്ചേര് നിന്നിട്ട് എന്തോ കുടിക്കുന്നു. അപ്പൊ നമ്മളെ വിളിച്ച് ആരെന്ന് അറിഞ്ഞൂടാ, ഉള്ള തന്നെ സത്യം ആരെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ദാഹിക്കണമെന്ന് ചോദിച്ച് അപ്പൊ തന്ന്. അവൻ പറ്റിപ്പോയി, അവർ തന്നത് മറ്റേ സാധനമായിരുന്നു, പാലെല്ലാം കൂടെ പെരുത്തിട്ടു. അപ്പോ എന്റെ സ്വഭാവം നീ മാറ്റരുത്. അങ്ങോട്ടൊക്കെ പോയി വാറ്റുകാരെയും കഴിച്ച് വന്നിരിക്കുന്നു. നമ്മളെ മനഃപൂർവ്വം നാറ്റിക്കാൻ വേണ്ടിയാന്നേ രണ്ടും കൂടെ പോയിട്ട് വന്നത്. എന്തെന്ന് അച്ഛാ കാണിച്ചു വെച്ചേക്കുന്നേ? എനിക്ക് വയ്യ. ഞാൻ നിരപരാധിയാണ് മക്കളെ. പരാതി എന്നെ കിളവൻ കൂടെ വന്നിട്ട് നിരവരാതി പോവാ. ചേച്ചിനെ വിളിക്കും. അപ്പൊ വിളിച്ചതന്നെ അവളെന്നെ അഞ്ച് വിളിച്ചതന്നെ അവളെന്നെ അഞ്ച് വിളി. നീലുവേ, നീലു, ഓ ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? ഒരാവശ്യത്തിന് വിളിച്ച കാണത്തില്ല. അവിടെ ഇങ്ങനെ തന്നെ ഒരാവശ്യത്തിന് വിളിച്ചാൽ കാണൂല, വളർത്തി കളഞ്ഞു. അമ്മ ഞാൻ വേറെ ഒന്നും പറയല്ല, ഇനി ഞാൻ കുടിക്കൂല. അയ്യോ വയ്യ, എനിക്ക് വയ്യ. ഈ കൂറ സ്ഥലത്ത് നിന്ന് വന്ന് കുടിച്ചെനിക്ക് വയ്യ. നിർത്തി. എന്താ ഇറങ്ങി വാടി. എന്താ അടിയുന്നു? എന്താ നിന്റെ ഭർത്താവ് 4 കാലം വന്നിരിക്കുന്നു. ഇരുന്നില്ലല്ലേ, നിക്കല്ലേ. ഓ നീ നിൽക്കുന്ന എല്ലാം കണക്കാ. എവിടെയായിരുന്നു ഇത്ര നേരം? കഴിഞ്ഞ് കോട്ട് കാണിക്കുന്നു. എവിടെയായിരുന്നു ഇത്ര നേരം? ശങ്കരൻ എന്തോ ഇരിക്കുന്നു. എനിക്ക് ചാവത്ത് പോ. എന്നെ പിടിക്കല്ലേ, എന്നെ പിടിക്കല്ലേ പോ. നിങ്ങള് നാണം കിട്ടാൻ വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചിരിക്കണ. ആ വയസ്സായ മനുഷ്യനോട് കൂട്ടുപിടിച്ചില്ല അതിനു വേണ്ടി. ഞാൻ പ്രായപൂർത്തിയായ ഒരു മനുഷ്യനല്ലേ. ഇവിടുത്തെ പറമ്പും വയലും കുളമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരു ടെൻഡൻസി തോന്നി. അപ്പോൾ ഞാൻ ഒരു 2 പട്ട അടിച്ചു. അതിന് നീ ഇപ്പോൾ ഇവിടെ സീനുണ്ടാക്കണം എന്തിനടി? അവിടെ പോലെ ഇവിടെ നാണം കിടത്തിയുണ്ടല്ലോ കാര്യങ്ങളെ. ഞാൻ കുടിച്ച് വന്നിട്ട് ആളാവാൻ നോക്കണം. വിഷ്ണു കൂടെ വന്നേ, മാറ്റി കൊടുക്കാത്. ഒലക്കലെന്ന് പറ, എന്നെ ഇട്ട് ഒലക്കരുത്. വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല. കൈവിട്. എന്ത് മാമി ഒന്നും ഉണ്ടായിരിക്കുന്നു? അയ്യേ എന്താ ഇത് ഒരുമാതിരി കള്ള് ഷാപ്പ് പോലെ. കള്ളിഷാപ്പ് പോലെ അല്ല, വേണമെങ്കിൽ കള്ളിഷാപ്പ് പോലെ ആക്കണം അവിടെ. മാമ അവനെ പിടിച്ചോണ്ട് കുളത്തിക്കൊണ്ട് മുക്കണം. കുളത്തിക്കൊണ്ട് മുക്കാൻ എന്നെ നിന്നെ മുങ്ങാ. അച്ഛൻ എല്ലാത്തിനും കാരണം. എല്ലാരും കൂടെ ചുറ്റും നോക്കൊണ്ടിരിക്കണം. മാമ കുറുക്കടത്താ മാമ. അമ്മ കുടിക്കൂല, എന്റെ ജമ്മത്ത് കുടിക്കൂല. എത്ര പ്രാവശ്യം പറഞ്ഞു വേണ്ട വേണ്ടെന്ന്. ഈ വയസ്സം കാലത്ത് വയ്യാത്ത പണിക്ക് പോണോ? എനിക്ക് വയ്യ. അയ്യോ 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 അമ്മ അയ്യോ, എന്തിനാ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അമ്മ അയ്യോ അയ്യോ. നിനക്ക് വേറെ ജോലിയില്ലേടാ? നിനക്ക് എന്നെക്കാൾ എത്ര വയസ്സിലേടാ നീ മൂത്തത്? എന്നെ കൊണ്ട് കുടിപ്പിക്കാൻ പോകാൻ വേണ്ടി എന്റെ കുടുംബം നീ ശിഥിരമാക്കില്ലേടാ? ദുഷ്ടാ, എന്താ എന്റെ പടുകുഴി തള്ളിയിട്ടില്ല. പന്ന കുട്ടമ്പിള്ള പറഞ്ഞ കുളത്തിൽ കൂടെ അങ്ങനെ മുക്കേണ്ട സമയം കഴിഞ്ഞു. കെട്ടിലമ്മ Yeah.